Hello, hi, എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് ഫോർ ഹെൽത്ത് ആൻഡ് ഹാപ്പി. ഓക്കെ, ഇന്ന് ഞാൻ മറ്റൊരു വ്യായാമമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സമയം ഞാൻ വാമപ്പ് ഒക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരോടും എപ്പോഴും ഞാൻ പറയാറുണ്ട്, വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഏതൊരു എക്സസൈസും ചെയ്യാവൂ. ठीक है. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ठीक है. നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. എച്ച് ഫോർ ഹെൽത്ത് ആൻഡ് ഹാപ്പി എന്ന് പറയുമ്പോൾ ഹാപ്പി സംബന്ധമായതും ഹെൽത്ത് സംബന്ധമായതും ഞാൻ ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നല്ല സപ്പോർട്ടാണ് എല്ലാവരും തരുന്നത്. താങ്ക് യു ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ കൈ എങ്ങനെ സ്ട്രോങ് ആക്കാം എന്നുള്ള ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളെ നടു ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ നടു, അര, വയറ്, ഇതിനൊക്കെ വേണ്ട ഒരു 4 എക്സസൈസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, എല്ലാ വ്യായാമങ്ങളും എല്ലാ ദിവസവും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ചായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇവിടെ നടുവിനും അര, അതുപോലെ നമ്മൾ ഈ കാലിൻ്റെ കുറവുണ്ടല്ലോ, ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു വ്യായാമമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക, കാണുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ കൈ രണ്ടും ഇങ്ങനെ വെച്ച് നന്നായിട്ട് ഈ നടുവിനെ ഒന്ന് ആദ്യം തന്നെ നടുവിന് വേണ്ട വ്യായാമം കൊടുക്കുക. ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെ നന്നായിട്ട് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്യുക. ഓക്കെ, വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം. ഓക്കെ, നന്നായിട്ട് നടന്ന് കുറച്ച് ശരീരം ചൂടായതിനു ശേഷം മാത്രം ഒരു 10 ടൈംസ് ഒരു സൈഡിലോട്ട് ഇങ്ങനെ കറക്കുക. തല ഇറങ്ങാൻ പാടില്ല, തല അവിടെ തന്നെ വെച്ചിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തല കറങ്ങുകയൊക്കെ ചെയ്യും. ഓക്കെ, opposite 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കറങ്ങുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറക്കണം. ഓക്കെ, അപ്പോൾ അത് 10 ടൈംസ് ഇങ്ങോട്ടും 10 ടൈംസ് ഇങ്ങോട്ടും. കൂടുതൽ സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ്, നമ്മൾ നേരെ നിൽക്കുക, ഇങ്ങനെ നിന്നിട്ട് ഈ കാല് നേരെ സ്ട്രെയിറ്റ് ഇങ്ങനെ പോക്കുക. ഇങ്ങനെ ഹൈറ്റ്, നമ്മൾ ഇതിന് ഹൈറ്റ് പോക്കണം. വേണം കൈ വെച്ചാൽ 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഒരു 3 സെറ്റ് ചെയ്യണം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, പിന്നെ കുറച്ച് റിലാക്സ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ഏത് വ്യായാമം ചെയ്ത് കഴിഞ്ഞാലും ശരീരത്തിന് കുറച്ച് റിലാക്സ് കൊടുക്കണം. ഓക്കെ, ഞാൻ ഇത് കൂടാതെ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാല് നേരെ പൊക്കിയില്ലേ, ഇനി ഈ കാല് ഒന്നിങ്ങനെ ഇത് ദൂരെ നിന്ന് കാണിക്കാം, ഇത് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ 1 2 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒരു 3 സെറ്റ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഈ കാല് ഇങ്ങനെയല്ല, ഇതിനോട്ട് മുമ്പിലോട്ട് നമ്മളിങ്ങനെ ചരിച്ചിട്ട് കാണിക്കുക, ഇങ്ങനെ. ഓക്കെ, ഇതിൽ വരുന്ന രീതി, റൈറ്റ്. അങ്ങനെ ഒരു 3 സെറ്റ് കാണിക്കുക. അതിനുശേഷം കുറച്ച് റിലാക്സ് കൊടുക്കുക. റിലാക്സ് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് മൊത്തം കിട്ടണം റിലാക്സ്. ഓക്കെ, നമ്മൾ കാലിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വേണം ചെയ്യാം. ഓക്കെ, വ്യായാമങ്ങൾ ഒരുപാടുണ്ട്, നിങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ ഈ വയറിന് വേണ്ട ഈ വ്യായാമം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ വയറിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന വേസ്റ്റ്, പിന്നെ ഗ്യാസ് സംബന്ധം അല്ലെ, എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാതെ വയറിൽ ഗ്യാസിൻ്റെ അസ്വസ്ഥതമായി തോന്നും. കുറച്ച് കഴിച്ചാലും വയറിൽ സ്തംഭനമായി തോന്നും. അതിനൊക്കെ വളരെ നല്ല എക്സസൈസാണ്. ഈ കാലമൊക്കെ ഇങ്ങനെ പൊങ്ങി നമ്മളെ ചെസ്റ്റിന് ലെവലായിട്ട് വരണം, ഇങ്ങനെ. ഓക്കെ, അടുത്തത് ഈ നമ്മൾ ഇങ്ങനെ കറക്കിയതിന് ശേഷം ഈ ബോഡി മൊത്തമായിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മളിവിടെ ശരീരത്തിന് വളരെ ഈ ഒബ്ഡമിന് നല്ല എക്സസൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. എങ്ങനെ? ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിന്നിട്ട് മൊത്തം ഇങ്ങനെ കറങ്ങണം. 1 2 1
2. അത് ഇത്തിരി സ്പീഡ് കിടക്കാം. 1 2 1 2 3 4 5 6 7 8 9 10. നല്ല സ്പീഡ് കിടക്കാൻ പറ്റുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതുപോലെ ഒരു 3 സെറ്റ് ചെയ്യാം, 3 പ്രാവശ്യവും ചെയ്യാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് കൊടുക്കുക, എങ്ങനെ വേണം റിലാക്സ് കൊടുക്കുക. ഓക്കെ, റൈറ്റ്. വൺസ് അഗെയിൻ ഒരു പ്രാവശ്യം കൂടി. എങ്ങനെയാണ് വേണ്ടത്? കൈ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ചെയ്യുന്നതിന് പകരം നടു ചെയ്തു. ഓക്കെ, അത് മെല്ലെ മെല്ലെ ചെയ്യാൻ പാടാം. അപ്പോൾ കുറച്ച് സ്പീഡ് ചെയ്യണം. ഓക്കെ, 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 2 1 2 1 2 1. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 എക്സസൈസ് ചെയ്തു. ആദ്യം നമ്മൾ 1, ഓക്കെ, ഓപ്പോസിറ്റ്. അത് കഴിഞ്ഞ് കാല് ചെസ്റ്റിൻ്റെ ലെവലിൽ കൊണ്ടുവരും ഇങ്ങനെ. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാല് വെച്ചിട്ട് 1 2 ഇത് ചെയ്തു. ഓക്കെ, അതിന് ശേഷമാണിത് നമ്മളിത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ 4 എക്സസൈസ് ഇത് അല്ല ഇനിയുണ്ട് ഇഷ്ടംപോലെ. പിന്നെ നമ്മൾ ചാടിക്കൊണ്ട് ചെയ്യാം നമുക്ക് ഇങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ച 4 എക്സസൈസ് വളരെ ഉപയോഗപ്രദമാണ് നമ്മളെ ഈ ഒബ്ഡമിനും. പിന്നെ ഈ നടുവിൻ്റെ ചെറിയ ചെറിയ നടുവേദന, ഇവിടെ നടു കടച്ചൽ അല്ലേ, ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. നടു കടച്ചലൊക്കെ ഉണ്ടാവും. നടു കടച്ചൽ എടുക്കുന്നതിന് ഏറ്റവും വലിയ ബെറ്റർ എക്സസൈസാണ് ഈ മെല്ലെ മെല്ലെ ഇങ്ങനെ കറക്കി ശീലിക്കുക. ഓക്കെ, അത് കുറച്ച് സ്പീഡിൽ ചെയ്യാം. നന്നായിട്ട് പരിചയവും പ്രാക്ടീസ് എക്സസൈസ് നല്ല ഇതായിട്ടുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അതുപോലെ പിന്നെ കൈയുടെ എക്സസൈസ് നല്ല കാണിച്ചത്. അപ്പോൾ മൊത്തം ഈ 4 5 എക്സസൈസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അത് കുറച്ച് റിലാക്സ് കൊടുക്കുക ശരീരത്തിന് മൊത്തം. ഓക്കെ, ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് ഒരുപാട് ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ കുറച്ച് ഓക്സിജൻ എടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പൊസിഷനിൽ വെക്കുക, എന്നിട്ടില്ലോ ഫുള്ളായിട്ട് ഓക്സിജൻ വലിച്ചു കിട്ടുക. ഇതാ, ഇനി ഒരു മൂക്കിലൂടെ വേണമെങ്കിൽ ഒരു മൂക്കിലൂടെ, മറ്റതിലൂടെ വിടുക. അതും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്താൽ മതി. ഫുൾ മാക്സിമം വലിച്ചെടുക്കുക. തന്നെ വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് തള്ളുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ചെയ്യണം. ഓക്കെ, അതാണ് നല്ല ഒരു വ്യായാമം. ഓക്കെ, റെഡി, വൺസ് അഗൈൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കുറച്ച് സമയത്തേക്ക് മാത്രമാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സമയം കിട്ടുമ്പോഴൊക്കെ വ്യായാമം ചെയ്യുക. രാവിലെയും വൈകുന്നേരവും കുറച്ച് എല്ലാവരും സമയം എങ്ങനെയെങ്കിലും കുറച്ച് സമയം സ്പെയർ ചെയ്യുക. ഓക്കെ, ബാക്കി എല്ലാത്തിനും സമയമുണ്ടല്ലോ നമുക്ക്. 1.5-3 മണിക്കൂർ എവറി ഡേ. ഈവനിങ് ആയാലും പ്രശ്നമില്ല, രാവിലെ മോർണിംഗിലായാലും പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. താങ്ക് യു വെരി മച്ച്.